വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖാണെന്ന് വിചാരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി. ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ക്യാമറയെ കൊണ്ടുവന്ന് തിരിച്ച് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക. രാവിലെ ഉറക്കം പോലും ശരിയായിട്ടില്ല. ഞാൻ പകുതി വഴിയൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെ ഇവിടെ എത്തി. JMB ക്യാമറയായിട്ട് തൂക്കിയിരിക്കുന്നതാണ്ട, അത് കൊണ്ടേ കൊടുത്തിട്ട് വരാം. അങ്ങനെ ഫൈനലി ക്യാമറയെ കൊടുത്തു. ക്യാമറയുടെ നല്ലൊരു ഹെവി തുക. എന്ത് ചെയ്യാറ്, ഒരു ക്യാമറയുടെ വെയിലത്ത് വെറുതെ കിടന്ന് തൊട്ടപ്പോൾ തന്നെ ഓഫ് ആകുമായിരുന്നു. അപ്പോൾ ഒരു ക്യാമറ യൂസ് ചെയ്തല്ലോ, പിന്നെ അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ഇവന്മാർ ഐഫോൺ വെച്ച് അവസാനം എടുത്താൽ, അതുകൊണ്ട് പിന്നെ എന്തായാലും ഐഫോൺ വെച്ച് എടുത്ത് വെക്കും ക്യാമറ മേടിച്ചിട്ട്. അപ്പോൾ ഇനി പോലും ഐഫോൺ വെച്ച് തന്നെ എടുക്കും. ചിലപ്പോൾ ഐഫോൺ ഒരെണ്ണം മേടിക്കണം. ആദ്യം നമുക്ക് എൻ്റെ പൈസ വന്നിട്ടില്ല, ബാങ്കിൽ പോയി സംസാരിച്ചിട്ട് വരട്ടെ. എന്താണാവോ ഞാൻ എന്ത് ക്യാമറ എടുത്താലും ഈ പരിപാടികൾ. സ്വന്തമായിട്ടൊരു ക്യാമറ മേടിക്കാനിരിക്കും, പക്ഷേ അത് എഡ്യൂക്കേഷൻ അടച്ചു തീർക്കട്ടെ. JMB എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് വരുമോ? വഴിതെറ്റി പോവുകയാണോ? നടന്നു പോകാൻ പറ്റത്തില്ല വീട് വരെ. അത് മരം കയറി കഴിയുമല്ലോ. തേങ്ങയില്ലേ? ഞങ്ങൾ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് 10 മിനിറ്റ് നേരത്തെ ആണെന്ന് തോന്നുന്നു. ഗേറ്റ് ചെറുതായിട്ട് അടച്ചിടക്കുക. അപ്പോൾ അടച്ചിടക്കുകയാണല്ലോ, തുറന്നിട്ടുണ്ട്. എപ്പം കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എൻ്റെ പൈസയെ കുറിച്ച്. പൈസ എവിടെയുണ്ടെന്ന് ഇവർക്ക് ഐഡിയ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിന് മെയിൽ കൊടുത്തായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ആ മെയിലിന് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെയും വിളിച്ച് പറഞ്ഞ് ഇന്ന് ചിലപ്പോൾ കിട്ടുമെന്ന് പറയുന്നു. സ്വിഫ്റ്റ് കോഡ് എങ്ങാണ്ട് മാറിയിട്ടുണ്ടെന്നല്ല, വെറുതെ തോന്നുന്ന സമയത്ത് പിൻകോഡും സ്വിഫ്റ്റ് കോഡും ഒക്കെ ആൾക്കാർ മാറുക. വല്ല എന്താണ് പ്രൈവറ്റ് ബാങ്ക് വല്ല ഞാൻ അക്കൗണ്ടിൽ എടുത്താൽ മതിയാണ്. രസോടൊന്നും എനിക്ക് വേണ്ട, നീ മൊട്ടത്തലങ്ങളായിരിക്കുന്നത്. എന്റെ പൈസ ഒന്നുമില്ല, പൈസ വന്നിട്ടില്ല. എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോവാ? എല്ലാവർക്കും അറിയത്തില്ല. രസവടയല്ല, ഒരു ഉണ്ടവട കിട്ടിയോ? വായു കൊണ്ട് ഭക്ഷണം പൂർത്തീകരിച്ച ഭോജനമായ വായു. അല്ല, വീട്ടിൽ പോയി കേടാറ്. വീട്ടിൽ വന്ന് ഞാൻ ഡയറക്റ്റ് ഉറങ്ങാൻ പോവാ. ഇപ്പൊ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. എനിക്ക് വയ്യ. അമ്മ എന്തോ കിട്ടിലെന്തോ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. കണ്ട എന്താണ് കരഞ്ഞോണ്ട് പുറത്ത് വരുന്നത് നീ? നീ ആരെന്ന് എന്റെ വിചാരം? അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരിമീനാണോ? കരിമീൻ ഇലക്കകത്തിട്ട് പൊള്ളിച്ചെടുത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ആണോ? നാളത്തേക്ക് വരെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. കുറവുണ്ടായില്ലെന്ന് അറിയണ്ടേ. അത് കഴിഞ്ഞ് കൂടുതൽ വണ്ണമൊന്നും വെപ്പിക്കരുത്. നമുക്ക് ഈ ബോഡി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഞാൻ ഫോട്ടോഷൂട്ടൊന്നും ചെയ്ത് പോലും അറിയാതെ. ഇത്ര മെനക്കെട്ട് ഇവിടം വരെ ശരീരം ഉണ്ടാക്കിയിട്ട് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തില്ല. നീ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഫോട്ടോഷൂട്ട്? അതെന്തുവാ നിനക്ക്? നിന്റെ എന്തുവാ? ഇത് കരിമീനാണ്. അത് ചിലപ്പോ എന്റെ ആയിരിക്കും, അമ്മ എടുത്ത് വെച്ചായിരിക്കും, ഞാൻ കണ്ടില്ല. എടാ, ആ ചോറിന്റെ ഓരോ എന്താണ് അന്നത്തിലും എന്റെ പേര് എഴുതിയിട്ടുണ്ട്. നീ ഡയലോഗ് കട്ടിത്തൈരും നല്ല മീൻകറിയും അച്ചാറും. അത് എന്റെ ആയിരിക്കും. നീ വെറുതെ പ്രമാണം. അന്നേ നീ കരിമീൻ കഴിക്കണ്ട. ചോറും കിട്ടത് കരിമീൻ എനിക്കാണ്. എക്സ്ചേഞ്ച് ചെയ്യും. ഇതിനകത്ത് 3 കരിമീനുണ്ട്. കുറച്ച് കഴിച്ചിട്ട് പകുതി തന്നെ. അമ്മ നിനക്ക് ഓൾറെഡി ഉണ്ടാക്കൊണ്ട് വന്നാ? അതെന്റെ വെച്ചോ. അമ്മ നിനക്കൊണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇതെന്റെ തന്നെ ആയിരുന്നു. വെച്ചോ, ഞാൻ സമ്മതിച്ചു. എന്താ ഒരു സെക്കൻഡ്, ഈ കരിമീൻ ചെറുതാണ്. സെയിം സൈസാ. ഇത് കരിമീന്റെ കുഞ്ഞാണ്. എടാ, നിന്റെ 2 സെന്റിമീറ്റർ വലുതാണ്. 4 കരിമീൻ ഉണ്ട്, അത് പോട്ടെന്ന് വെക്കാം. എന്നാലും 2 കരിമീൻ മീഡിയം സൈസ് തരണം. എടാ, നിന്റെ സെയിം ആണ് കണ്ടിട്ട്. എനിക്ക് ആരും ഇവിടെ സ്നേഹിക്കുന്നില്ല ഗൈസ്. എന്നെ ഈ വീട്ടിലെ ഒരു അതിയപ്പെട്ടായിട്ടാണ് കാണുന്നത്. നോക്കൂ, ആരാണ് ഗേറ്റ് വന്നിരിക്കുന്നത്? എന്റെ അടുത്ത് ഗേറ്റ് തുറക്കാൻ പറയുന്നു. ആരായിരിക്കും? അയ്യോ നിങ്ങൾക്ക് എത്ര മില്യനായി? അയ്യോ, മില്യന്റെ എനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. എത്ര മില്യനായി? മില്യൻ എത്രയായെന്ന് ഏതെല്ലാം ചാനലുണ്ട്? ടോട്ടൽ ചാനലിന്റെ മില്യൻ പറ. ടോട്ടൽ ചാനൽ എനിക്കറിയില്ല. ഒരെനക്കവും കേൾക്കുന്നില്ലല്ലോ. മറ്റേത് മില്യൻ പെട്ടെന്നായിരുന്നല്ലേ. ഞാൻ മലയാളം ചാനൽ നോക്കിയില്ല. രണ്ടുപേരും ആയെന്ന് തോന്നുന്നില്ല. അതല്ലേ ഞാൻ പറയുന്നത്, നിങ്ങൾ മില്യൻ ഒന്നും ശ്രദ്ധിക്കാറില്ലേ? എന്തിനായത്? എന്റെ ദൈവമേ, എന്നെ കൊല്ലും. മില്യൻ പോലും ശ്രദ്ധിക്കാത്ത ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം, ഓർമ്മയില്ലായിരുന്നു. മില്യനായത്? ഇത് മില്യനൊന്നും പറഞ്ഞു കേൾക്കുന്നില്ലെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കട്ടെ, ചിലപ്പോ ആകാൻ ചാൻസ് ഉണ്ട്. ഞാൻ മറന്നു അതിനെ കുറിച്ച്.
എന്തായാലും പൊട്ടന്റെ അമ്മയ്ക്ക് അറിയാലോ പൊട്ടന്റെ ബുദ്ധി. അയ്യോ ഇന്ന് നമുക്ക് പാർട്ടിയല്ലേ? ഞാൻ ചോദിക്കണടാ ഈ മില്ലിന് എനിക്ക് ഓർമ്മയില്ല, ആ വീഡിയോക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാർട്ടി, ഇന്ന് പാർട്ടി. ഞാൻ ജിമ്മിൽ പോയിട്ട് വരട്ടെ. ജിമ്മിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് കേക്ക് കഴിക്കാം. പിന്നെ പോണം. കേക്ക് വേണ്ട. എന്താ എപ്പോഴും എപ്പോഴും ഒരു കേക്ക്. പിന്നെ കേക്ക് അല്ല, അതിൽ എന്ത് കഴിക്കാനാണ്? നമുക്ക് മില്ലിന് ഡാൻസ് ചെയ്യാം. ഡാൻസ് ചെയ്യണ്ട, വേണമെങ്കിൽ നമുക്ക് ആ സിനിമയ്ക്ക് ഒരു കൊണ്ടുപോകും. ഡാൻസ് സിനിമയ്ക്ക് വല്ലതും കൊണ്ടുപോകും. നമുക്ക് 3 പേർക്കും കൂടെ ഒരു ഡാൻസ് ചെയ്യാം. ഈ പാതിരാത്രിയാ? പാതിരാത്രിയല്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഇപ്പൊ ചെയ്യാം. 3 പേർക്ക് കൂടി ഒന്ന്. എന്ത് പറ്റി? നിങ്ങൾ കളിക്കുന്ന പോലെ തന്നെ അമ്മ ശരി ശരി. ഇപ്പൊ ആദ്യം ഇന്ന് എന്ത് ചെയ്യണമെന്ന് പറയാം. ജിമ്മിൽ പോകാനുള്ളതാ. അറിയാവുന്ന ഡാൻസ് വെച്ച് അമ്മ എനിക്ക് അറിയാൻ വയ്യ. എടുത്ത് ദൂരെ കളയും, അത് പറയാ കാര്യം. എന്നാലും ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. വേണ്ട വേണ്ട, മുദ്ര കാണിക്കാനാണ്. മില്യൺ വല്ലതും ആയാ അതായിട്ടെന്ന് തോന്നുന്നു. ആ ചാൻസുണ്ട്. ഞാൻ നോക്കാം. അന്ന് ജിമ്മിൽ പോയിട്ട് വരട്ടെ. ജിമ്മിൽ പോയിട്ട് വരട്ടെ. ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഷുഗർ കട്ട് ചെയ്തിരിക്കുവാണ്, ജിമ്മിൽ പോകുന്നുണ്ട്, മറ്റേത് മറിച്ചതാണ്. അടുത്ത് ഇവിടെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുന്നു. എന്താ എഴുന്നേറ്റ് വരുന്നത്? എന്താ നീ വരുവാണെന്നാ? ഞാൻ പറയുമ്പോ എഴുന്നേറ്റ് വരുന്ന വരുവാണെന്ന്. അതാണ് വലിയ ബോഡി മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഓ, കണ്ടൻ വീടിനകത്തുണ്ടായിരുന്നോ? ഞാൻ ഒളിച്ചിരിക്കുവായിരുന്നു. എടാ പെട്ടെന്ന് ഇറങ്ങി വാടാ, എനിക്ക് പോണം. കണ്ടത് ഞാൻ ചവിട്ടും, കണ്ടത് ഞാൻ ചവിട്ടും, കണ്ടത് ഞാൻ അടിക്കും. ഞാൻ അടി കൊടുത്താലും പോകത്തില്ല. നോക്കും എത്ര അടി കൊടുത്താലും പോയാ, എത്ര അടി കൊടുത്താല് എന്താ കുട്ടച്ചാ പോണ്ട കേട്ടാടാ. നിന്നെ ഞാൻ തല്ലും, നിന്നെ ഞാൻ തല്ലും. അവൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. കിടന്ന് അവന് താരാട്ട് കൊടുക്കുന്നതൊക്കെ അവന്. എത്ര അടി കൊടുത്താലും കിടന്നോളൂ. അച്ഛൻ പുറത്തു പോവാ. ഇപ്പൊ പുറത്തു പോണം. ഞാൻ പറ്റത്തില്ല, നിങ്ങൾ പോട്ടോ. 3 പേര്. എന്തിന് 3 പേരല്ലേ? ഇപ്പൊ പോണ ഒരാവശ്യമുണ്ട്. ആഹാരം കഴിക്കണ്ട, പിന്നെ വന്നാ മതി. പാടില്ല. എന്താ ഹാപ്പി പിസ്സ? എടാ നീ ഇന്നലെ പിന്നെ ഞാൻ കണ്ട മിൽമ പാലല്ല, മിൽക്ക് മെയ്ഡ് മാറ്റിയതല്ലേ? മിൽക്ക് മെയ്ഡ് ഇന്നലെ കണ്ട് നീ ഫുള്ള് നിന്നേളല്ല. ഇന്ന് ജിമ്മിൽ പോയെന്നും പറഞ്ഞ്. എടാ ഇപ്പൊ പോണം പുറത്ത്. എനിക്ക് വന്ന് 2 മില്യൺ ആയിട്ടുണ്ടെന്ന്. ആ ഞാൻ നോക്കിയിട്ടില്ല. ആകെ നടക്ക ഉണ്ടായിരുന്നു കുറച്ച് മുമ്പേ. ഗുഡ് ഫോർ യു. ശരി. ഇപ്പൊ തന്നെ പോവാൻ പറ്റുന്നു. എന്താണ് ഗെയിം കളി കയറിയിരിക്കുന്നത്? കാര്യങ്ങളുണ്ട്. കുളിച്ചിട്ട് പുറത്ത് പോയ സമയത്ത് ഇതിന്റെ ഇടയ്ക്ക് റാങ്ക് പുഷാൻ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. 1 2 ഞാൻ വേണേ കുറെ കഴിക്കാൻ. എനിക്ക് വേണമെങ്കിൽ മുട്ട കഴിക്കാൻ കുറച്ച്. പെട്ടെന്ന് കഴി. ഫിഷ് ഇനി ആ 2 ദിവസം അടുപ്പിച്ച് പോകും. പിന്നെ ഡാറ്റ ആക്കിയാൽ പോലെ. അങ്ങനെ ഫൈനലി അച്ഛൻ റെഡി ആയിട്ട് പുറത്തിറങ്ങി വരുന്നു. എന്താണ് സൂര്യൻ ഉദിക്കുകയോ? പിന്നെ ഇരുട്ടായി. സൂര്യൻ ഇറങ്ങി വരെ വെച്ചാൽ ഇരുട്ടാണല്ലോ ഒന്ന് വരുമായിരിക്കും. അച്ഛനെന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ. ഏകദേശം എല്ലാവരും ഇറങ്ങി. നമുക്ക് ആദ്യം തന്നെ കേക്കിന് പോവാം. താക്കോല് വരും. കേക്ക് നീ കഴിക്കണ്ട, നീ കഴിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ മില്യനും 3 മില്യനും എനിക്ക് കഴിക്കാൻ പറ്റില്ല. 2 നീ കഴിക്കട്ടെ. പടക്കം ഇപ്പൊ മേടിച്ചിരിക്കുമല്ലോ, അവിടെ പോയി തപ്പേണ്ടി വരും. 2 മില്യൺ ആയത് അറിഞ്ഞില്ലെന്ന്. പൊട്ടെ. നമ്മളിപ്പോൾ കേക്കിന്റെ ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ചെറിയ പീസ് നമുക്ക് ഓർഡർ ചെയ്യും. ഒക്കത്ത് ഫുൾ കേക്ക്. അതാണ് കുറച്ച് ഓപ്ഷനുണ്ട്. എന്തായാലും ആ ചീസ് കേക്ക് വന്നേ. അതാ ആശയാണ്. 2 മില്യൺ 2 കേക്കുള്ള 3 കേക്ക് ഉണ്ടായിരുന്നല്ലോ. അതേണ്ട്. ഈ കേക്കിന് ആരോ ചെറിയ പീസ് എടുത്തിട്ടുണ്ടല്ലോ. ഇതാരാ ചെറിയ പീസ് എടുത്തത്? നീ ഷുഗർലെസ് ഡയറ്റ് അല്ലായിരുന്നു? ഷുഗറിലെന്ന് പറഞ്ഞു 3 കേക്കിൽ ഒതുക്കിയാ മോൻ. ഇതാണ് 2 മില്യൺ സെലിബ്രേഷൻ. അതിനുള്ള ഞാൻ പണി തരുന്നുണ്ട്. ഒരു സ്പൂൺ എടുത്തത് ഷുഗർ ഫ്രീ ആണ്. വയറ് ചാടി കിടക്കും. ഇനിയും
ഷുഗർ അടിച്ചു കയറ്റി. എനിക്കിനി വേണ്ട. കഷ്ടം തീർന്ന്. ഓൾറെഡി ഫുള്ള് തിന്നല്ല, എന്തിനാ അഭിനയിക്കുന്നത്? അങ്ങോട്ട് തിന്ന്. ഇതെന്താ നീ മേടിച്ചത്? കൂടുതൽ ഡ്രാമ അടിക്കണം, എല്ലാവർക്കും അറിയാം എന്തോ. എന്റെ മോന്തൊക്കെ വെക്കാൻ പ്രതീക്ഷിക്കുന്നു. സ്വന്തം മോന്തൊക്കെ വെച്ചാൽ മതി. ഞാൻ കിട്ടിയല്ലേ, ഞാൻ എന്തായാലും സ്വന്തം മോന്തൊക്കെ ചെയ്താൽ മതി. അച്ഛാ പിടിച്ചാ മോന്തയ്ക്ക് വെച്ചോ. സ്ലോ മോഷൻ എടുക്കാം. മോന്തയ്ക്ക് വെച്ചോ. എന്ത് മോന്തൊക്കെ? സ്വന്തം മോന്തൊക്കെ വെച്ചാൽ മതി. സ്വന്തം മോന്തയ്ക്ക് വെച്ചോ. സ്വന്തം മോന്തൊക്കെ പെട്ടെന്നാട്ടെ, സമയമില്ല, തലിയും പെട്ടെന്ന്. നാടകയുടെ തേടെ തിരിച്ചോക്ക്. സമയം സമ്മതിച്ചു. ഇനി ക്യാമറ തിരിച്ചോക്ക്. ഇനി ക്യാമറ തിരിച്ചോക്ക്. ഇത് എന്തോ സോപ്പുള്ള ഇത്. ക്യാമറ തിരിച്ചോക്ക്. ക്യാമറ തിരിച്ചോക്ക്. വിൻഷീൽഡേ മാറ്റുമോ? ക്യാമറ തിരിച്ചോക്ക്. ഇത് അല്ലി പോകുന്നു. ക്യാമറ തിരിച്ചോക്ക്, അല്ലെങ്കിൽ ഞാൻ മോത്തേക്ക് ഇടും. ഐഫോൺ കൊണ്ടു. ഐഫോൺ കൊണ്ടേ പുതിയ ഐഫോൺ മേടിക്കേണ്ടി വരും. സോപ്പ് വെള്ളം അവിടുത്തെ ക്രീം ആക്കി കുടിക്കാന്ന്. പക്ഷെ സോപ്പ് വെള്ളം ഇത് ഈ വീട്ടിൽ പോകേണ്ടി വരുന്നത് ഇതെന്ത് സോപ്പ് വെള്ളം കണ്ടാണ് പതയുന്ന എന്റെ മോന്തയ്ക്ക് എടുത്ത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിരിക്കുവായിരുന്നല്ലേ? അമ്മ എന്താ വിചാരിച്ചത്? അല്ലടാ, അവന് ആവേശം കയറി എന്റെ മോന്തയ്ക്ക് അവന്റെ മോന്തയ്ക്ക് വന്നപ്പോ അവൻ കുറച്ച് കരിപ്പൂടി ചിരിക്കുമായിരുന്നു. എവിടെയെങ്കിലും താങ്ങുമത്. അത് ഞാൻ വലിഞ്ഞ് അച്ഛൻ വലിഞ്ഞ്. നീ കാരണം മൂക്കിനകത്തും കയറി മൂക്കും ചൊറിയുന്നു, മുഖവും ചൊറിയുന്നു. എത്ര കഴുകിയിട്ടത് പോകുന്നുമില്ല. എന്റെ വിചാരം വിപ്പ് ക്രീം ആയിരുന്നു. ക്രീം ഒന്നും അല്ലത്, ഏതോ വൃത്തിയായിട്ടൊരു. പിന്നെ എന്തിനാ ഒരു കടയിൽ വിൽക്കുന്നത് ആ സൂപ്പും വെള്ളം? ഇങ്ങനെ മേടിക്കാൻ പോയത് ഇതൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചാ കാണുമ്പോ രസമായിരിക്കും, മുഖത്തൊക്കെ അടിക്കുമ്പോ നക്കി തിന്നാന്നൊക്കെ വിചാരിച്ചു. പിന്നെയും മുഖം കഴുകി, പക്ഷെ ഇപ്പോഴും മുഖം ചൊറിയുന്നു, മുഖവും ചൊറിയുന്നു, ചുണ്ടിന്റെ അകവും ചൊറിയുന്നു. ഈ ഒരു ഊള കാരണം എന്റെ മോന്തയും ചൊറിയുന്നു, വായനാവും ചൊറിയുന്നു. എന്റെ മുതലയുടെ മുഖത്ത് കിടക്കുക. ഈ തലവണ കൊള്ളത്തില്ല. ആ തലവണയൊക്കെ നല്ലതൊക്കെ തന്നെയാ. ആ തലവണ മുതല എന്തായാലും ഇനി നമുക്ക് കുറെ വർക്കുണ്ട്. എനിക്ക് ഈ ചൊറിച്ചിലും പിടിച്ചോണ്ട് ഞാൻ എന്റെ ഈ വലിയ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കണം. അപ്പൊ നാളെ എന്തായാലും നമുക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോവാം. ഞാൻ എക്സ്ട്രാ കുറച്ച് മധുരം കഴിച്ച്, അതല്ലാതെ നോർമൽ ആഹാരമാണ്. മധുരം ഞാൻ മോസ്റ്റ്ലി ഇനി ഒഴിവാക്കും. അങ്ങോട്ട് വല്ലപ്പോഴൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടെല്ലാം ഉണ്ടെങ്കിൽ കഴിക്കാം. പിന്നെ അതൊക്കെ സെറ്റ് ആക്കാം നമുക്ക്. നാളെ എന്തായാലും കൊളസ്ട്രോൾ നോക്കട്ടെ, താന്നില്ലെന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.